ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ചടങ്ങുകൾ ചെയ്യാണ് കേട്ടോ. വർഷയുടെ ചടങ്ങ് കഴിഞ്ഞു, അതിനുശേഷം ശ്രുതിക്ക് ചടങ്ങുകൾ ചെയ്യാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ ദാമു ആണെങ്കിൽ കള്ളു കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സച്ചി അനങ്ങുന്നില്ല. എന്നാ പിന്നെ ദാമു ഒന്നുകൂടി ഒന്ന് മുട്ടി നോക്കാന്ന് പറഞ്ഞ് അടുത്ത് ചെന്നിരിക്കുക. അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു, അതെ, പെണ്ണും ചെറുക്കനും വേദിയിൽ എത്തി, ഇനി ഉടനെ കല്യാണം നടക്കുമല്ലേ? കല്യാണമോ? കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. ഇപ്പം നടക്കുന്നത് താലി മാറ്റൽ ചടങ്ങാ. ഹേ, ആണല്ലേ? ഇതെന്താ അറിയാത്ത പോലെ പറയുന്നത്? അല്ല, കുറച്ചു മുമ്പ് ഞാനൊരു കല്യാണത്തിന് പോയതിനു ശേഷമാ ഇങ്ങോട്ട് വന്നത്. ആ ഓർമ്മയിലെ അങ്ങ് പറഞ്ഞതാ ഹാങ് ഓവർ. ഓഹോ, നിങ്ങൾ നൂലുകെട്ടൽ ചടങ്ങിനാ പോയിട്ട് വന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന നൂലുകെട്ട് ചടങ്ങാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. തമാശക്കാരാ, ഭയങ്കര തമാശയാണല്ലോ. അതെ, എനിക്ക് ബോസിനെ അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ തമ്മില് ഒരു ആത്മബന്ധം സെറ്റായല്ലേ? അറിയില്ല, എനിക്കറിയില്ല. ഷോ, എനിക്കറിയാന്നേ, സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസിനും അത് മനസ്സിലാകും. അതെങ്ങനെ എനിക്ക് മനസ്സിലാവും? ആ, അതൊക്കെ എനിക്കറിയാന്നേ, അതൊക്കെ ഞാൻ ബോസിന് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യണം. ഏതായാലും എന്നിട്ട് ദാമു പറഞ്ഞു, ചടങ്ങ് തീരാനേ കുറച്ച് സമയം എടുക്കുമായിരിക്കും അല്ലേ? കുറെ സമയം എടുക്കുമായിരിക്കും. ഇങ്ങനെ നേരെ നോക്കി കുറേ നേരം ഇരുന്നല്ലേ കഴുത്ത് വേദനിക്കുവല്ലേ? എത്രയെന്ന് വെച്ച് ഇങ്ങനെ നേരെ നോക്കിയിരിക്കുന്നത്? ആ, എങ്കിൽ പിന്നെ ഒരേ ഇരിപ്പ് ഇരിക്കണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിരിക്കാം. ദേ ഇങ്ങനെ, ദേ അങ്ങനെ, ദേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കും ദാവു പറഞ്ഞു, ദേ എന്തൊരു കോമഡിയാ ബോസേ. അയ്യോ, കോമഡി ഇല്ല ബോസ്, ഇത്രയും കോമഡി ആയിരുന്നോ? ആ ബോസേ, ബാ നമുക്കൊന്ന് നടന്നിട്ട് വരാം. അതെ, നമ്മൾ പാർക്കിൽ വല്ലതാണോ വന്നിരിക്കുന്നത് നടക്കാന്? അല്ല, പുറത്ത് കാർ പാർക്കില് എന്റെ കാറ് കിടപ്പുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത്? കാറിലെ ഫുൾ സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പോ? എന്ത് സെറ്റപ്പ്? ആ സെറ്റപ്പ് അല്ല, ഇത് വേറെ സെറ്റപ്പാ. ബോസ് വാ. ദേ, ഞാനൊന്നും വരില്ല, എനിക്ക് ഈ ചെയർന്ന് എണീക്കാൻ പാടില്ല. അതെന്താ? ബോസ് രാജാവും ഇത് സിംഹാസനവും ഒന്നും അല്ലല്ലോ, ചാടി എണീറ്റ് പോകുമ്പോ നഷ്ടപ്പെടാനായിട്ട്. ബോസ് വാ, കസേര എങ്ങും പോകില്ല, കസേര ഇവിടെ തന്നെ കിടക്കും. ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോലും പാടില്ലാത്ത ഞാൻ ഇന്ന് മൗനവ്രതത്തിലാ. അയ്യോ, ബോസ് മൗനവ്രതത്തിലോ? ബോസ് മൗനവ്രതത്തിലാണെന്ന് വാ തുറന്ന് പറഞ്ഞ ഒരേ ഒരാളുണ്ടല്ലോ, അത് നിങ്ങളാണ് ബോസെ. സമ്മതിക്കണം. അത് പിന്നെ കുറച്ചൊക്കെ സംസാരിക്കാൻ എന്നോട് എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് ബോസെ, എല്ലാത്തിനും ഒരളവ് വെക്കണം. ഒരേ അളവില് ഭക്ഷണം കഴിക്കാവുള്ളൂ, ഒരളവില് സംസാരിക്കാവൂ, ഒരളവ് മാത്രമേ മിക്സ് ചെയ്യാനും പാടുള്ളൂ. മിക്സ് ചെയ്യാനോ? എന്ത് മിക്സ് ചെയ്യാന്? നിങ്ങൾ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ബോസ് എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എന്ത് മിക്സ് ചെയ്യണം, എങ്ങനെ മിക്സ് ചെയ്യണം, എങ്ങനെ മിക്സ് ചെയ്യണ്ടെന്ന്. അത് പിന്നെ എനിക്ക് പറ്റത്തില്ല, ഞാനിവിടെ ഇരിക്കുക. ഇത് ലേഡീസ് നടക്കുന്ന ചടങ്ങല്ലേ, നമുക്ക് ആണുങ്ങൾക്ക് ഒരു റോളും ഇല്ല. നമുക്ക് ഫുഡൊക്കെ കഴിക്കാറാകുമ്പോ വരാം. വാ ബോസ്, എന്റെ കൂടെ ഒന്ന് വാ. ഞാൻ എന്റെ ബോസിന്റെ സ്നേഹം കൊണ്ട് വിളിക്കുന്നല്ലേ. ഷടാ, ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ വാ മാഷേ, പ്ലീസ് പ്ലീസ് വാ. മാഷേ എന്നല്ല കേട്ടോ, സോറി ബോസേ എന്ന് പറഞ്ഞ് നമ്മുടെ ദാമുവാണ് നിർബന്ധിച്ച് ലാസ്റ്റ് സച്ച് പറയാ, ആ നിക്ക്. ഓ, ഇയാൾക്ക് എന്താ ഇത്, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാമുവിന്റെ പുറകെ ചെല്ലുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ദാമുവിന്റെ പുറകെ ചെല്ലുന്നത് വലിയൊരു കെണിയിലേക്കാണെന്ന് നമ്മുടെ സച്ചി ബോസ് അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ദാമുവിന്റെ പുറകെ ചെന്നു കേട്ടോ. ദാമുവിന്റെ പുറകെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ, നമ്മുടെ സച്ചിൻ ഞെട്ടിപ്പോയി. ദാമു ഇങ്ങ് വന്നേ ബോസേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർ അങ്ങോട്ട് തുറന്നു. കാറ് തുറന്നതും ഇത് കാറാണോ അതോ ബാറാണോ? ഇതെന്താ ബോസ്, ഇതെന്താ മാഷ ഇത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ വണ്ടി കൊണ്ട് നടക്കുന്നതേ ദേ നിന്നെ പോലെയുള്ള കൂട്ടുകാരെ കാണുമ്പം അവർക്കിത് ഷെയർ ചെയ്യാനാ. കാരണം എനിക്ക് ഈ കൂട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹരമാണെന്നേ. ഏതായാലും വാ ബോസെ, നമുക്ക് 2 പെഗ് വിട്ടിട്ട് വേണം ഭക്ഷണം പോയി കഴിക്കാനേ. ഈ പെഗ് വിട്ടിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് ബോസിന് അറിയില്ലേ? ദേ ഞാനൊന്നും കഴിക്കാനില്ല. അത് പിന്നെ അതെ, തന്നെ കണ്ടിട്ട് എനിക്ക് ഈ പെണ്ണു വീട്ടുകാരുടെ ബന്ധുക്കാരായിട്ടല്ല തോന്നുന്നത്, ഒരു ബാർ ഉടമയായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ വിചാരിച്ച മാഷെ. ഏതായാലും
മാഷ സോറി ബോസ് ഒരു പെഗ് വിട്ടേ പറ്റൂ. അല്ല, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പെഗ് അടിച്ചോ, ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചോളാം. ശരി, ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് കടയിൽ പോയാൽ പോരെ. ഇത് ഇത്രവും ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ ബോസിന് വേണ്ടി ഒരുക്കിക്കൊണ്ട് വന്നതാ. എനിക്ക് വേണ്ടിയോ? താൻ എന്താണ് ഈ പറയുന്നത്? അല്ല, ബോസ് ബോസ് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ബോസിന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടെന്നേ ഞാൻ അറിഞ്ഞു. അതറിഞ്ഞു കേട്ടൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ബോസിനെ ഒന്ന് നല്ല രീതിയിൽ സൽക്കരിക്കണമെന്ന് ഞാൻ അപ്പ വിചാരിച്ചതാ. ഏതായാലും ബോസ് ഒരു ബെക്ക് അടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെ അങ്ങ് നിർബന്ധിക്കുകയാണ്. ഏതായാലും സച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ആത്മനിയന്ത്രണം അങ്ങ് വിട്ടുപോവാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മേടിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് കൈ താത്തുന്നു. അപ്പോഴത്തേക്കും ദാമു ചോദിച്ചു, എന്തു പറ്റി? ഇതെന്തു പറ്റി ഷോക്ക് അടിച്ച പോലെ കൈ വലിച്ചത്? അത് പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആര് കാണാൻ, ആരറിയാൻ? ഇതാരും കാണില്ല. അന്ന് ബാറിൽ വെച്ച് ബോസ് ഒരു തത്വം പറഞ്ഞില്ലേ? ഏ കുടിക്കുമ്പോ പല തത്വങ്ങളും പറയും. അതൊക്കെ ആരോർക്കാനാ? ആരും ഓർത്തില്ലെങ്കിൽ ഞാൻ ഓർത്തു. അന്ന് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചാ ബോസ് പറഞ്ഞത്. കുടിക്കുന്നവൻ സ്വർഗത്തിൽ പോകും. മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവാവുന്നത്. അങ്ങനെ മദ്യപിച്ചായാലും നമ്മള് ആരാകും? ആത്മാവാകും, പാവമാകും. അവന്റെ മുമ്പിൽ സ്വർഗ കട കവാടം തുറന്നിടും. എങ്കിൽ പിന്നെ ഇത് സ്വർഗത്തിലേക്കുള്ളൊരു ടിക്കറ്റ് ആണെന്ന് ഓർത്തിട്ടെ ഇതങ്ങോട്ട് കഴിക്കുക. ഇതുപോലെ ഞാൻ കുറെ പ്രാവശ്യം സ്വർഗത്തിൽ പോയിട്ട് വന്നവനാ. അതും കൊണ്ടാ പറഞ്ഞത് എനിക്കിപ്പോ സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലെന്ന്. എന്റെ പൊന്നു ബോസേ, കുടിക്ക് ബോസേ, ബോസ് എന്നെ ഈ പറയുന്നത് എന്നും പറഞ്ഞിട്ട് അതങ്ങ് വീണ്ടും വെച്ച് നീട്ടുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിക്ക് വേണോ താനും വേണ്ടേ താനും ആ ഒരു മനസ്സിൽ സച്ചി ഇങ്ങനെ നിൽക്കുക. സച്ചിക്ക് എന്താ പറയാ, നമ്മുടെ സച്ചിനെ തന്നെ സച്ചിക്ക് കൈവിട്ടു പോകുന്ന പോലെ നമ്മുടെ സച്ചി ആ പെഗ് അങ്ങ് മേടിച്ച് കയ്യിലങ്ങ് പിടിച്ചു കേട്ടോ. അയ്യോ, പിന്നെ പറയണോ? കുറച്ച് കുടിക്കുന്നവർ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കൂലോ. സച്ചി അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെഗ് കുടിച്ചില്ല, പെഗ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വർഷയുടെ അച്ഛനെയാണ് കേട്ടോ. അപ്പൊ വർഷയുടെ അച്ഛന്റെ അടുത്ത് വർഷയുടെ ഒക്കെ അതായത് നമ്മുടെ മധുസൂദനന്റെ ഓഫീസർ വന്നിട്ട് പറയാ, താങ്കളുടെ മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ താങ്കള് ആ വീട്ടിലെ മൂത്ത മരുമകളുടെയും കൂടെ താലിമാറ്റൽ ചടങ്ങ് നടത്തിയില്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാണ്, പറ്റിപ്പോയി. പറ്റിപ്പോയി എന്ന് പറയുന്നതല്ലേ നല്ലത്. അതാ സാറേ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഫംഗ്ഷനെ അവർക്ക് സ്വപ്നം കാണാൻ കൂടി പറ്റില്ല. അത് പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ച മിച്ചം വരുന്നത് പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാറില്ലേ, അതും ഇതുപോലെ കരുതിയാ മതിയെന്ന്. ഏതായാലും ഇത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ അശോകനും കേട്ട് കേട്ടോ. രവീന്ദ്രൻ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നത് പോലെ ആവൂലേ, അപ്പൊ അതുപോലെ ആയിപ്പോയി. നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പതുക്കെ എണീറ്റ് പോയി. ഇപ്പം നമ്മുടെ രവീന്ദ്രന്റെ പുറകെ അശോകനും ഇങ്ങനെ എണീറ്റ് പോവുകയാണ്. കാരണം ഭയങ്കരമായിട്ട് അപമാനം തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യത്തിലാകുമ്പോഴത്തേക്കും അതോ നമ്മുടെ മനസ്സിൽ അങ്ങ് കയറി കൊള്ളുവല്ലേ. ആ ഒരു ഇതാട്ടോ നമ്മുടെ രവീന്ദ്രൻ ഉണ്ടായത്. അങ്ങനെ നമ്മുടെ അശോകൻ പറഞ്ഞു, പോട്ടേടാ. എന്താടാ രവീന്ദ്ര, നീ കരയുവാണോ? അയാൾ പിന്നെ പറഞ്ഞത് കൂടിപ്പോയി, എനിക്കറിയാം. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അല്ല എന്ന് വെച്ച്, എടാ രവീന്ദ്ര, എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എനിക്ക് നല്ലപോലെ വേദനിച്ചിട്ടുണ്ട്. പിന്നെ നിനക്കൊന്നും തോന്നണ്ടാന്നോർത്ത് ഞാൻ പറഞ്ഞത്. നമുക്കിത് അയാളോട് ചോദിച്ചാലോ? അയ്യോ വേണ്ട ചോക, അതൊന്നും വേണ്ട. നീ എന്തിനാ പേടിക്കുന്നത്? നീ ആരെയാ പേടിക്കുന്നത്? അവൻ ആരാ? വാ, നമുക്കിത് മധുസൂദനോട് ചോദിക്കണം. പേടി കൊണ്ടൊന്നുമല്ല, സച്ചി ഇവിടെ ഉണ്ട്. സച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ സച്ചി ഏതായാലും ഇതറിയും. അദ്ദേഹം പറഞ്ഞത് അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കാന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അയാളുടെ കൈയും കാലും ഒടിച്ച് തൂക്കി വെളിയിലെറിയും എന്റെ മോൻ സച്ചി. അതുകൊണ്ട് വേണ്ട, അത് ശരിയാവില്ല. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ്. പിന്നെ രേവതി നമ്മുടെ ശ്രുതിക്ക് പനിനീര് തളിക്കുകയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇതൊക്കെ തേച്ചിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട്, ശ്രുതി നിന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ, നിന്റെ അച്ഛൻ വരുവോ ഇല്ലയോ എന്നുള്ള ടെൻഷനാണോ? ടെൻഷനൊന്നും അടിക്കണ്ടെന്നേ, നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരും. നമ്മളിപ്പൊ കണ്ടാലേ ഒരു കല്യാണ ചെക്കനെയും കല്യാണ പെണ്ണിനെയും പോലെയുണ്ട്. ഈ സാരിയിലെ സുന്ദരി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് സമാധാനിപ്പിച്ചു. ശേഷം നമ്മുടെ ഭാമ ഇങ്ങനെ മഞ്ഞളൊക്കെ പുരട്ടി കൊടുക്കുന്നു, പനിനീരൊക്കെ തളിക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ മീര ഒരു കാര്യം കാണുന്നത്. ദാമുവിനെ സച്ചിനെയും കാണുന്നില്ല. പെട്ടെന്ന് മീര ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നീ നോക്കിക്കേ, ദാമുവും സച്ചിയും അവിടെ ഇല്ലല്ലോ, അവര് രണ്ടുപേരും ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. ഏതായാലും അപ്പൊ നമ്മുടെ ശ്രുതിക്ക് കുറച്ച് ആശ്വാസമാകാണ് കേട്ടോ. ദാമു കൊണ്ടുപോയല്ലോ സച്ചിനെ, ഏതായാലും കുടിപ്പിക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് നമ്മുടെ ശ്രുതിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതി അത്രയും നേരം
വല്ലാത്തൊരവസ്ഥയിലല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ആ മുഖത്തൊരു ചിരിയൊക്കെ വരികയാണ്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. രേവതി ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ കാണുന്നില്ല. രേവതി പേടിച്ചു പോയി കേട്ടോ. രേവതി ചുറ്റും ഒന്ന് പതറി നോക്കാണ്. അവിടെ ഒന്നും നമ്മുടെ സച്ചി ഇല്ല. പിന്നെ നമ്മുടെ സച്ചിനെയാ കാണിക്കുന്നത്. സച്ചി ആണെങ്കിൽ ഇത് കഴിക്കാതെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദാമു പറഞ്ഞു കഴിക്ക് ബോസേ എന്ന് പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഈ ഭൂമി കറങ്ങുന്നത് എന്താണെന്ന് അറിയാമോ? ദേ, നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് 2 തുള്ളി ഭൂമിക്ക് കൊടുക്കൂലേ? ഇതിനാണോ ഭൂമി കറങ്ങുക എന്ന് പറയുന്നത്? ഇതിന് ഭൂമി കറങ്ങുക എന്നല്ല, ഇങ്ങനെ ഭൂമി ദാനം ചെയ്യണം. നമ്മള് ഭൂമിക്ക് 2 തുള്ളി കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. ദേ, നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെ കറങ്ങൂലേ? അപ്പം ഭൂമിക്ക് ഇത് 2 തുള്ളി കൊടുക്കുമ്പോൾ ഭൂമിക്കും കിക്കാകും. അപ്പം നമ്മുടെ ഭൂമി കറങ്ങും എന്നാണ് നമ്മുടെ സച്ചിയുടെ കണ്ടുപിടുത്തം. ഏതായാലും ഈ സമയം നമ്മുടെ മീര പതുക്കെ വരികയാണ് കേട്ടോ. മീര പതുക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കയ്യിൽ പെഗ് ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മീരയ്ക്ക് സന്തോഷമായി. മീര നേരെ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിയോട് പോയി പറയാണ് കേട്ടോ. കാര്യം പറയാണ്. ഏതായാലും അവനെ ദാമു കുടിപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാ. അപ്പൊ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ ചെയർസ് ഒക്കെ വെച്ച് ഇങ്ങനെ കുടിക്കാൻ വരുന്നു. ഏതായാലും ഈ സമയം നമ്മുടെ രേവതിയോ സച്ചിനെ തിരക്കി വരികയാണല്ലോ. അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു വണ്ടിയുടെ മറവിൽ നിൽക്കുന്നത് നമ്മുടെ രേവതി കണ്ടിട്ട് രേവതി അവിടെ നിന്നിട്ട് സച്ചിയേട്ടാന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി ഞെട്ടിപ്പോയി. ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി അതിലെ ഓടി ചാടി പതറി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ കണ്ടു. അപ്പൊ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്തിയെ സച്ചേട്ടനെ കണ്ടോന്ന് ചോദിക്കുമ്പോ, ഹേയ് ഇല്ല കണ്ടില്ല മോളെ, ഇത്രയും നേരം ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ കണ്ണൊന്ന് പാളിപ്പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, സച്ചേട്ടനെ കാണുന്നില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, എവിടെയാന്ന് അറിയത്തില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് നമ്മുടെ രേവതി ചുറ്റിനൊക്കെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരിങ്ങനെ സംസാരിക്കുകയും ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചി കുടിച്ചിട്ടില്ല കേട്ടോ, ചേഴ്സ് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ദാമു 2-3 അകത്താക്കി. സച്ചി ആണെങ്കിൽ ഈ ഒരു പെഗ് വെച്ചുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും ദാമു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കുടിക്കാത്ത, നീ ഇത് കുടിക്കുക. ഞാനിത് പതുക്കെ കുടിക്കത്തുള്ളൂ, എനിക്ക് ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു രസമില്ല, ഞാൻ സാധാരണ ഇതിങ്ങനെ പതുക്കെ അകത്താക്കാറുള്ളൂ മാഷെ എന്നൊക്കെ നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട്. അപ്പോഴാണ് രേവതി ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചി കുടിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇന്നലത്തെ പ്രമോയിലൊക്കെ ഇതിലും കൂടുതലൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും കഥ കുറച്ച് വലിച്ചു നീട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. സീനൊക്കെ കുറവാണ് കേട്ടോ. കാരണം എനിക്കറിയില്ല എന്താണെന്ന്. ഏതായാലും നമ്മുടെ സീനൊക്കെ 2-3 സീനൊക്കെ കാണിച്ചിട്ടുള്ളൂ. ഇന്നും ആ ഒരു താലിമാറ്റൽ ചടങ്ങ് തന്നെയാണ് പ്രധാനമായിട്ടും കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ രേവതിനെ കൊണ്ട് ഇനി രേവതിയെ കളിയാക്കുക എന്നതാണ് കേട്ടോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മഹിമയുടെ. അതും ഇതൊന്നും നടന്നില്ല. ഏതായാലും ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം രേവതിനെ കള്ളിയാക്കുക, കുറ്റക്കാരിയാക്കുക, അങ്ങനെ അവരെ എല്ലാവരെയും നാണം കെടുത്തുക, സച്ചിനെ നാണം കെടുത്തുക എന്നൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല അവിടെ വലിയൊരു പ്രശ്നം, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കി തീർക്കുക. ഇതിനിടയിൽ നമ്മുടെ ശ്രുതി വേറൊരു ഗുരുത്തക്കേടും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ രേവതിയുടെ ലൈസൻസ് അങ്ങ് കട്ട് ചെയ്ത്, ലൈസൻസ് ഇല്ലല്ലോ രേവതിക്ക് മറ്റേ പൂക്കച്ചവടം നടത്തുന്നതിന്. അപ്പൊ പൂക്കച്ചവടം നടത്തുന്നതിന് സ്വാഭാവികമായിട്ട് ലൈസൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പഞ്ചായത്തുകാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് ആ കട നശിപ്പിച്ചിട്ട് പോകും. അപ്പം അതുപോലെ കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ശ്രുതി പ്രകാരം ഉണ്ടാകുന്നുണ്ട്. ശ്രുതി തന്നെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ശ്രുതി സത്യം പറഞ്ഞ ക്രൂരത തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രുതിക്ക് തന്നെ ഏറ്റവും ലാസ്റ്റ് വിനയായിട്ട് വരികയും ചെയ്യും. ഏതായാലും ശ്രുതിയുടെ ഓരോ കള്ളത്തരങ്ങൾ ഇനി ഇങ്ങനെ പൊളിഞ്ഞ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സച്ചിയാണെങ്കിൽ അത് അടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഏതായാലും ഇന്ന് ആ ഒരു വിവാഹമല്ല സോറി താലിമാറ്റൽ ചടങ്ങ് വേദി കാണിച്ചിട്ട് തന്നെയാണ് വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചിനെ കുടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നൊന്നുമില്ല. നമ്മുടെ രേവതി ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. പിന്നെ നമ്മുടെ ഗൗതമിന്റെയും നന്ദിയുടെയും കഥയുടെ ക്ലൈമാക്സ് എപ്പിസോഡാണ് കേട്ടോ ഇത്. നമ്മുടെ റിയൽ സ്റ്റോറിയിൽ അത് ഇടുന്നതായിരിക്കും. നയനിയുടെയും ആദർശിന്റെയും കഥയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 9 മണിയൊക്കെ ആകുന്നതോടുകൂടി റിയൽ സ്റ്റോറിയിൽ നമ്മൾ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഇടുന്നതായിരിക്കും. റിയൽ സ്റ്റോറി ന്യൂവിലാട്ടോ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് നമ്മുടെ ഇതിൽ കൊടുത്തേക്കാം. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ലിങ്ക് നമ്മുടെ പോസ്റ്റിൽ കൊടുത്തേക്കാം. പോസ്റ്റിലാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തേക്കാം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കയറി ഒന്ന് കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് കയറി നോക്കിയാൽ മതി. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.